ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും അവരവരുടേതായ മൗലിക അവകാശങ്ങളുണ്ട്. ജീവിക്കാനുള്ള അവകാശം, അവന് സമൂഹത്തിൽ ഇടപെടാനുള്ള അവകാശം, തൻ്റെ മതം അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം, അങ്ങനെ തുടങ്ങി ജാതി മതഭേദമന്യേ ഓരോ വ്യക്തിക്കും തൻ്റേതായ അവകാശങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന പകുത്തു നൽകുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്കറിയാം, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തീർത്തും ഒരു മതത്തിനെതിരെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെതിരെ മാത്രം തിരിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈയിടെയായി നടന്ന ഹിജാബ് വിഷയത്തിൽ നമുക്കറിയാം, നമ്മൾ എവിടെ പഠിക്കുന്നതായാലും ഏത് കോളേജിലായാലും നാം ഇടപെടുന്ന ഏത് സമൂഹത്തിൻ്റെ പല കോണുകളിലായാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ വസ്ത്രം ധരിക്കാനും അവിടെ ഇടപെടാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ അതൊക്കെ നിഷേധിക്കുന്ന രീതിയിൽ ഈയിടെ നടന്ന ശിരോവസ്ത്ര സംഭവങ്ങളും മറ്റും ഒക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. ഇവിടെ ഒരു വിഭാഗം ഇസ്ലാം മതത്തെ കൂട്ടത്തോടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 2015 മുതൽ ഇങ്ങോട്ട്, അഥവാ കുറച്ചുകൂടി വ്യക്തമായി പറയുമ്പോൾ NDA വന്ന വർഷം മുതൽ ഈ 10 വർഷത്തിൻ്റെ കാലയളവിൽ ഒരുപാട് വംശഹത്യകളും പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ അത് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2024 മാർച്ച് 13 ഉത്തർപ്രദേശിലെ ഒരു കുഗ്രാമത്തിൽ വെച്ച് താൻ തൊപ്പിയിട്ട് നടന്നു, ആ ഗ്രാമപ്രദേശത്തിലൂടെ നടന്നു എന്ന കാരണത്താൽ കൈ വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് തീർത്തും പ്രതികൂലമായ രീതിയിൽ നമുക്ക്, അഥവാ നമ്മുടെ മതത്തിനിവിടെ ഒരു തരത്തിലുള്ള ഒരു പരിഗണനയും ലഭിക്കാത്ത രീതിയിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഹിജാബ് തട്ടം ആ ഒരു വിഷയമൊക്കെ വരുമ്പോൾ കോളേജിൽ പോലും ഇന്ന് ഇവിടെ കേരളത്തിൽ വരെ ആ ഒരു വിഷയം എത്തിയിരിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭയാനകമാണ്, വളരെയധികം ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. കാരണം കേരളം എന്ന് പറയുന്നത് നാം എപ്പോഴും മതേതരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് നമ്മുടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും മനോഹരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. അവിടെ വരെ മതത്തിൻ്റെ പേരിൽ ഒരു വിഭാഗത്തെ കൂടുതൽ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പല പ്രക്രിയകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അറിയാം, കഴിഞ്ഞ, അതായത് 2011 ഒരു ഹിജാബിട്ട തട്ടമിട്ട കുട്ടിയെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് കോളേജിൽ അവിടെ തട്ടമിട്ടതിൻ്റെ പേരിൽ നാം വിചാരിക്കും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ 2010 മുതൽ ഇങ്ങോട്ട് നമുക്കൊരു സമാധാനം ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.